വിഷുവരൻ ചന്ദ്രശേഖരൻ ഞങ്ങളോട് നിരവധി പ്രാവശ്യം എന്നെ കണ്ടിരുന്നു. അദ്ദേഹം നിഷേധിക്കുന്നില്ല. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ചർച്ച നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമോ അല്ലെങ്കിൽ വേറെ സ്ഥലക്കച്ചവടമൊന്നും ഇല്ലല്ലോ ഒരുമിച്ച്. എല്ലാം കേട്ടോ, എന്നെ വന്ന് കണ്ടിരുന്നു. അതൊന്നും അദ്ദേഹം നിഷേധിക്കുന്നില്ല. അദ്ദേഹം രമേശ് ചെന്നിത്തലയെ ചെന്ന് കണ്ടിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിരന്തരം കണ്ടിരുന്നു. ഇന്നലെ ഞങ്ങൾ അറിയിച്ചിരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അറിയിച്ചത്. ഇന്ന് ഞാൻ വിളിച്ചിട്ട് കിട്ടായിരുന്നപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അദ്ദേഹത്തെ അറിയിച്ചത്. അദ്ദേഹത്തെ ഇന്ന് UDF ഇങ്ങനെ ഇതായിട്ട് എടുക്കുന്നുണ്ടെന്ന്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം 5:42 7:41 എന്നെ എന്നോട് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ വിവരം പറയുകയും ചെയ്തു അദ്ദേഹത്തോട്. ഇന്ന് രാവിലെ അദ്ദേഹം മാറിയത് എന്താണെന്നറിയില്ല. അദ്ദേഹത്തെ ഘടകകക്ഷിയാക്കാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. അത് സത്യമാണ്. അസോസിയേറ്റ് മെമ്പറാക്കി അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന് വേണ്ട. ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. അദ്ദേഹം നിരവധി പ്രാവശ്യം ഞങ്ങളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അടുത്തും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനടുത്തും രമേശ് ചെന്നിത്തലടുത്തും അടക്കം ഞങ്ങളത് ആദ്യത്തെ UDF യോഗത്തിൽ വെച്ചിട്ട് അവരെല്ലാവരോടും ചർച്ച ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. ഇന്ത്യയിലെ 2 ഘടകകക്ഷികളാണ് ഇങ്ങോട്ട് പോരാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എന്ന് എല്ലാ ഘടകകക്ഷികളും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് അസോസിയേറ്റ് മെമ്പറായിട്ട് വെച്ചു. അസോസിയേറ്റ് മെമ്പറായിട്ട് വരാൻ അദ്ദേഹത്തിന് സൗകര്യമില്ലാതെ വരേണ്ട, അവരുടെ ഇഷ്ടമല്ല, അവരൊരു പാർട്ടിയല്ലേ. നമുക്ക് ഒരു വിരോധമില്ല. ഇനി അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും തന്നിട്ടുണ്ട്. ഈ പറയുന്ന ഇവരെല്ലാവരും അൻവറിൻ്റെ തന്നിട്ടുണ്ട്. ഇവരെല്ലാവരും അല്ലാതെ ഞങ്ങളായിട്ട് എന്തിനാ അദ്ദേഹം ഞങ്ങളെയൊക്കെ കണ്ടതെന്തിനാ പിന്നെ? ഞങ്ങളെല്ലാം കണ്ടതെന്തിനാ പിന്നെ? അതാണല്ലോ ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ചെന്തിനാ? ഇന്നലെ വൈകുന്നേരം 5:42 7:41 എന്നെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനത് കോൾ റെക്കോർഡ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇന്ന് രാവിലെ എന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയും. അപ്പോൾ നമ്മൾ പറയുന്നത് UDF തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞത്. അസോസിയേറ്റ് മെമ്പർ ആവുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. കാരണം അത് UDF ഇന്ന് അപ്പം ഞങ്ങളെല്ലാവരും തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് അംഗീകരിച്ചേക്കാൻ 3 പേരുടെ കാര്യം. അപ്പോൾ വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ഇന്ന് എടുക്കുമെന്ന് പറഞ്ഞു. അസോസിയേറ്റ് മെമ്പറാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല. അല്ല, അറിയിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അറിഞ്ഞു. ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. അതിനും അദ്ദേഹം പറഞ്ഞില്ലേ, ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് വന്ന് നിങ്ങളെ കാണുമല്ലേ ചെയ്തത്. അല്ല, അവർക്ക് അസോസിയേറ്റ് മെമ്പറാകാനോ UDF ആയിട്ട് സഹകരിക്കാനോ താല്പര്യമില്ല എന്നൊരു തീരുമാനം അവർക്ക് എടുക്കാം. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസ്യതയാണ് ഓരോരുത്തർ കാണിക്കുന്നത്. ചിലപ്പോൾ അസോസിയേറ്റ് മെമ്പറായിട്ടിരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഞങ്ങളത് പറഞ്ഞിട്ടില്ല അവരോട്. ഞങ്ങൾ ഘടകകക്ഷിയാക്കണം എന്നുള്ള അവരുടെ ആവശ്യം ഞങ്ങൾ പരിശോധിച്ചു. ആദ്യഘട്ടത്തിൽ നമ്മൾ നോക്കണമല്ലോ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ, നമ്മളുമായിട്ട് സഹകരിച്ച് പോകണ്ടേ. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഘടകകക്ഷികൾ പോലെ അല്ലല്ലോ, പുതിയതായിട്ട് വരുന്നവരാണ്. അപ്പോൾ അതിന് താല്പര്യമില്ലേ, കുഴപ്പമില്ല. അദ്ദേഹം കുറേ നാളുകളായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആദ്യം UDF ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കാതായപ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കണം, അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, സഹപ്രവർത്തകരെ പറഞ്ഞു ചെയ്യാമെന്ന് പല പ്രാവശ്യം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പല പ്രാവശ്യം അദ്ദേഹം പോയിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. എൻ്റെ കണ്ടോൺമെൻറ് ഹൗസിൽ വന്ന് എന്നോട് നേരിട്ട് സംസാരിച്ചാണ്. ഒറ്റയ്ക്കല്ല വന്നത്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടി ചേർന്നാണ് അവരൊരുമിച്ചാണ് വന്ന് സംസാരിച്ചത്. ശ്രീ തിരുവഞ്ചൂരിനെ അറിയാം. ഞങ്ങളെന്തിനാ വെറുതെ എന്നുള്ളവരുടെ ഞങ്ങളോട് വരാത്ത ആളോട്, ഞങ്ങളോട് അഭ്യർത്ഥിക്കാത്ത ഒരാളെ ഞങ്ങളെങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് പിടിച്ചിട്ട് അസോസിയേറ്റ് മെമ്പറാകും? ഞങ്ങൾക്ക് വേറെ പണിയില്ലേ? അത് വിട്ടേക്കാതെ. ഇല്ലല്ല, അവരോട് ഞാൻ അൻവറുമായിട്ട് സംസാരിച്ചിരുന്നു, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഞാനിപ്പോഴും അവരെ അവിശ്വസിക്കുന്നില്ല, അവർക്കെതിരായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമുണ്ട്. അവർ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ പോലീസിൽ പ്രവർത്തിക്കുന്ന സേനാംഗങ്ങളാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി കാണാം. ഞാൻ അവരുടെ വിശ്വാസ്യതയും മറ്റു കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യുന്നില്ല. കാരണം കോടതി നിയോഗിച്ച ഒരു SIT ആണ്. അവർ ഇനിയും പ്രവർത്തനങ്ങളുമായിട്ട് പഴയതുപോലെ ആണ് പോകുന്നതെങ്കിൽ നമുക്ക് പറയാം. അവരുടെ മുമ്പിൽ ഒരു അവസരം കൂടിയുണ്ട്, കോടതി കൂടി പറഞ്ഞ പശ്ചാത്തലത്തിൽ. അത് അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും അവിശ്വസിക്കുന്നില്ല. കാരണം കോടതി നേരിട്ട് നിയോഗിച്ച ഒരു അന്വേഷണ സംഘമാണ്. അവർ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറയല്ലോ, വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു, നല്ല സമ്മർദ്ദം. എങ്കിലും അവർ അത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും അവരിങ്ങനെ മന്ദഗതിയിലായി. അതല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അങ്ങനെയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ
കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുള്ളതുകൊണ്ട് അന്വേഷണം മന്ദഗതിയിലായിരുന്നു. ഞാൻ പറഞ്ഞത് കോടതി ശരിവെച്ചല്ലോ. കോടതിക്ക് അറിയാലോ, കോടതിക്ക് ഞങ്ങളെക്കാളും നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം കോടതി റിപ്പോർട്ട്, അവരുടെ നടപടിക്രമങ്ങൾ, ഓരോ ദിവസത്തെ അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി. അപ്പോൾ കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇവർ മൂവ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ മൂവ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാര്യം രാഷ്ട്രീയ സമ്മർദ്ദമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ്. അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല ഇതുവരെ. CPM ഇതുവരെ അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. വീണ്ടും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും, അത് ഔദ്യോഗിക പദവിയാണ്, അതടക്കം ശ്രദ്ധിക്കുന്നു. CPM വേറെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അത് എങ്ങനെ ഇനി എന്നാണ് പരിശോധിക്കേണ്ടത്? എന്നാ ഒരാൾക്കെതിരെ നടപടിയെടുക്കണം? ഈ പോലീസ് തന്നെ അന്വേഷിച്ച് ഇവരെ തെളിവുകൾ ഹാജരാക്കി, കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി, കോടതി റിമാൻഡ് ചെയ്തു. പല പ്രാവശ്യം അവരുടെ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചു. രണ്ടാമത്തെ കേസിലും പെടുത്തി പത്മകുമാർ. എന്നിട്ടും ഞങ്ങൾ പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ കോടതി കൂടിയിട്ടില്ലേ ഇതുവരെ? പാർട്ടി കോടതി ഇതുവരെ കൂടിയില്ലേ? ഇത് പാർട്ടി കോടതിയാണ്. അതായത് അയ്യപ്പൻ്റെ സ്വർണം കവർന്നു എന്ന് പറയുന്ന പ്രമുഖരായ രണ്ടു പേർക്കെതിരായി ഒരു നടപടിയില്ല പാർട്ടിയുടെ. അപ്പോൾ പാർട്ടി അതിനെ സംരക്ഷിക്കുകയാണ് ഇപ്പോഴും, പാർട്ടി CPM. അതുകൊണ്ട് ഞാൻ പറയാം ഗവൺമെൻറ് ഉണ്ടായില്ല. ഈ കോടതി ഇല്ലായിരുന്നെങ്കിൽ ഈ കേസൊന്നും വരില്ല, ഇവരാരും അറസ്റ്റ് ചെയ്യപ്പെടില്ലായിരുന്നെന്ന് വളരെ വ്യക്തമാണ്. കോടതി ഇടപെട്ട് കോടതി തന്നെ നേരിട്ട് SIT ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇത്രയെങ്കിലും നടന്നത്. ആ SIT ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവർ നന്നായി പ്രവർത്തിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ നന്നായി പ്രവർത്തിച്ച് അവർ ചെയ്യുമെന്നാണ്. ഞാൻ ഇന്നും ഞാൻ പറയില്ല, തള്ളി പറയുന്നില്ല അവർ. ഏത് കാര്യത്തിലാണ്? ഇല്ല. ഞങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന ഒരു റിക്വസ്റ്റ് പല പ്രാവശ്യം പരിശോധിച്ച് ഇത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അസോസിയേറ്റ് മെമ്പർ ആയാണ് തീരുമാനം ഇന്നാണ് അറിയിക്കേണ്ടത്. ആദ്യപടിയായിട്ടാണ് നമ്മൾ ചെയ്തത്. തീർച്ചയായിട്ടും ഞങ്ങൾ അവരോടും പറഞ്ഞിട്ടുണ്ട്, ശ്രീ അൻവറിനോടും പറഞ്ഞിട്ടുണ്ട്, ശ്രീ ജാനുവിനോടും പറഞ്ഞിട്ടുണ്ട്. ഒരാദ്യ ഘട്ടത്തിലായിട്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അല്ലാതെ നമ്മൾ പുതിയതായിട്ട് നമ്മളൊരു പുതിയ ചെയ്തതാണ്. തീർച്ചയായിട്ടും അവർക്ക് എല്ലാ തരത്തിലുള്ള പരിഗണന ഉണ്ടാവും.